വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒന്ന് രണ്ട് പ്രവചന ശബ്ദം കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് മുമ്പ് ഞാൻ കൈമാറുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് അറിയിച്ച ഒരു പ്രവചന ശബ്ദം, കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുക. അവിടെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗം കൊടുങ്കാറ്റിനാൽ നശിച്ചു കിടക്കുന്ന ഒരു ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. വലിയ കൊടുങ്കാറ്റ് അടിച്ച് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതെയായി കിടക്കുന്ന ഒരു പിക്ചർ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മഴക്കെടുതിയും കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു. അവിടെ എർത്തുഷേക്ക് ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് എങ്ങനെയാണ്? 5.4 എന്ന തീവ്രതയിൽ രേഖപ്പെടുത്തുന്ന വിധത്തിൽ വലിയ ഭൂകമ്പം കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു. കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു വമ്പൻ ഭൂകമ്പമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം ചർച്ചാ വിഷയമായിരിക്കുന്നത്. സേവ് കൊളംബിയ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല ഭാഗങ്ങളിലായി ഓടുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ വയലേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ ഭീകരമായിട്ടുള്ള ഭൂകമ്പം 6.3 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആഴവും പരപ്പും എത്രത്തോളമാണ് എന്നുള്ളത്. എന്തായാലും കൊളംബിയൻ തലസ്ഥാനമായിട്ടുള്ള ബൊഗോട്ട വലിയ രീതിയിൽ കുലുങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂകമ്പം വളരെ ശക്തമായതിനാൽ കെട്ടിടങ്ങൾ പലതും കുലുങ്ങാനും തകരാനും തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആളുകൾ പരിഭ്രാന്തരായി കെട്ടിടങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചകളും ദൃശ്യങ്ങളിലുണ്ട്. ഭൂകമ്പം ഉണ്ടായതോടെ തലസ്ഥാനത്തിന് ചുറ്റും സൈറനുകളും മുഴങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. കൊളംബിയൻ തലസ്ഥാനമായിട്ടുള്ള ബൊഗോട്ടയിൽ ഈ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ tembló en Colombia. Luis. Dios. Mire. Venga para acá y en vez de grabar. Dios. Qué horrible. Está temblando terrible. Pero todo se perdió, todo. Ahí ya me echó hasta la cama, se partió el peso de las paredes que nos cayeron encima. Entonces estamos a la deriva. Tengo un niño de 9 años y uno de 7, que es el que está golpeado. Pues en Cundinamarca, en Paratebueno, una afectación en la vía nacional. Este fue el epicentro y es el lugar donde se presentan en este momento mayores reportes de afectaciones. En la inspección Santa Cecilia, vereda La Europa. Were felt in Bogota, Medellin, Cali, and more than 20 departments across the country. People rushed into the streets in panic. In Bogota, lights swung from ceilings, windows rattled, and some people cried out in fear. Ay, Virgen, se repartió. No, y aquí en la carretera entró al centro. Por eso. Mire cómo que vaya. Uy, derecho. Gracias a Dios, gracias a nuestro Señor lindo, que nos ha tenido compasión, nos tuvo compasión. Sí, no pasó nada. Santa Cecilia. Nosotros estábamos ahí, literalmente ahí. Ahí quedó un casco. Tocó salir a correr. Cracks appeared in roads. Landslides blocked minor rural routes. Bridges and electrical infrastructure were inspected by emergency crews.
Colombia's National Geological Service remained on alert for further seismic activity. This earthquake was the strongest in Colombia in over a month. The country lies on a tectonically active region where several plates collide. Shallow earthquakes are common, especially along the Andean fault lines, but few reach the intensity of this one. Citizens are urged to review emergency protocols, to prepare go bags, to identify safe zones in their homes, and to remain calm in the event of aftershocks. Thanks to effective early warning systems and quick action from authorities,